Today we are discussing about one of the important topics, that is, why do we read English newspapers? നമുക്കറിയാം, ഇന്ന് ഓരോ ദിവസം കഴിയുന്തോറും ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഗ്രാമീൺ ബാങ്കിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതേപോലെ SBIയുടെ എല്ലാം ഒരുപാട് വേക്കൻസി നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിനെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ എക്സാമിനേഷനും ചില കോമൺ പാറ്റേണുകളുമുണ്ട്. അത് ചിലപ്പോൾ CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലായാലും അതേപോലെ തന്നെ CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലായാലും അങ്ങനെയുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷകൾക്കും അതേപോലെ ഇൻ്റലിജൻസ് ബ്യൂറോ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIയുടെ AG's ഓഫീസിലെ വർക്കുകൾ, IBയുടെ അങ്ങനെയുള്ള എല്ലാ എക്സാമിനേഷനും ചില കോമൺ പ്രൊസീഡിങ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിൻ്റെ എക്സാമിനേഷൻ്റെ സിലബസ് ചില സമാനതകളുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ കോംപ്രിഹെൻഷൻ എന്നുള്ളത്, സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒപ്പം തന്നെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് അതിനകത്ത് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ആണ്. അതൊന്നും മാറ്റമില്ലാത്തതാണ്. സിനോണിംസ്, ആൻറ്റണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഫ്രേസൽ വെർബ്, ഇഡിയോമാറ്റിക്കൽ യൂസേജ്, സ്പെല്ലിംഗ്, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കായികപരവുമായിട്ട് ഒരു ജോബിന് വേണ്ടി പഠിക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കതിനകത്തും നല്ല ഡീപ്പ് റൂട്ടഡ് നോളജ് വേണം. നമ്മൾ കാഷ്വലായിട്ട് സൂപ്പർഫിഷ്യലായിട്ടൊന്ന് വായിച്ച് പോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ എന്താ വേണ്ടത്? വളരെ ഡീപ്പായിട്ട് വളരെ ഇൻറ്റൻസീവായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അവിടെ മറ്റൊരു ഓപ്ഷൻ നമുക്കില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വൈ ഡു വി റീഡ് ന്യൂസ് പേപ്പേഴ്സ്. എസ്പെഷ്യലി ബാങ്ക് ടെസ്റ്റ് പോലെയുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ബാങ്കുകളുടെ ഒക്കെ എക്സാം എഴുതുന്ന കുട്ടികൾ എന്തിന് പത്രം വായിക്കണം? എസ്പെഷ്യലി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ്. വി ഹാവ് എ ലോട്ട് ഓഫ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ്, എസ്പെഷ്യലി ദ ഹിന്ദു, ദ ഓൾഡ് ന്യൂസ് പേപ്പർ, and the Times of India, and the New Indian Express, and the Chronicle, and a lot of other newspapers like the Times and etc., and the English magazines also. ഇവ വായിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവ വായിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം. പല കുട്ടികൾക്കും ലാംഗ്വേജ് ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു ഹിൻഡ്രൻസ് ആണ്. ഹിൻഡ്രൻസ് മീൻസ് ഒരു ഒബ്സ്റ്റക്കിളാണ്. ഒബ്സ്റ്റക്കിൾ എന്ന് പറയുമ്പോൾ തടസ്സമാണ്, ഒരു പ്രിവെൻഷനാണ്. എന്താണ് ലാംഗ്വേജ്? ലാംഗ്വേജ് ഈസ് ആക്ച്വലി വെഹിക്കിൾ ഓഫ് അവർ തോട്ട്സ്. നമ്മളുടെ ചിന്തകൾ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ് ഭാഷ എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഈസ് ദ ബെസ്റ്റ് വേ ടു എക്സ്പ്രസ് അവർ ഐഡിയാസ്, തോട്ട്സ്, പാഷൻസ് ആൻഡ് എവറിത്തിങ്. ഈ ഭാഷ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെയാണ് നമ്മുടെ ചിന്തകളും കാര്യങ്ങളെല്ലാം നമ്മൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് വി ആർ ആക്ച്വലി ടോക്കിംഗ് മലയാളം വെരി ഫ്ലുവൻ്റ്ലി. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് അവർ മദർ ടങ്. നമ്മൾ മലയാളം വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നു. കാരണം നമ്മുടെ അതിനുള്ള സറൗണ്ടിങ്സ്, അതിനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട്, അല്ലേ? നമ്മുടെ വീട്ടിൽ, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മളുടെ മാർക്കറ്റിൽ, എല്ലായിടത്തും എവരിബഡി ദേ ആർ ടോക്കിംഗ് മലയാളം. എല്ലാവരും സംസാരിക്കുന്നത് മലയാളമാണ്. പക്ഷേ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് വി ഹാവ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഓൺലി ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആർ ദെയർ. വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹൗ ഡു വി ഡെവലപ്പ് അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് ഹൗ ഡു വി ഡെവലപ്പ് അവർ ലാംഗ്വേജ് അക്വിസിഷൻ? നമ്മളുടെ ഭാഷാ പ്രാവീണ്യം നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യും? അതിന് പത്രത്തിൻ്റെ പങ്കെന്താണ്? സോഷ്യൽ മീഡിയയുടെ പങ്കെന്താണ്? ഈ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണല്ലോ, കോംപ്രിഹെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടറാണ്. കോംപ്രിഹെൻഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്കറിയാം, ഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ഗ്രഹിക്കാനാണ്, എന്ത് എഴുതാനാണ്? അതിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, കോംപ്രിഹെൻഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ. സിനോണിംസ് വരുന്നുണ്ട്, ആൻറ്റണിംസ് വരുന്നുണ്ട്. അപ്പോൾ എന്തിനും നമ്മൾ പത്രം വായിക്കണം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അത് ബാങ്ക് എക്സാമിനേഷനുകളിൽ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പോലെയുള്ള എക്സാമിനേഷനുകളിൽ, സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇൻക്ലൂഡിങ് സിവിൽ സർവീസ്, അതുൾപ്പെടെയുള്ള പരീക്ഷകളിൽ എത്രത്തോളം സഹായിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വായിക്കാം. നമ്മളിപ്പോൾ സപ്പോസ് വി ആർ റീഡിങ് എ ന്യൂസ് പേപ്പർ. വാട്ട് ഡു വി ഗെറ്റ് ഫ്രം ദ ന്യൂസ് പേപ്പർ? വിച്ച് ആർ ദ വേരിയസ് ഐഡിയാസ്? ഒന്ന് നിങ്ങൾക്കുള്ള ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. ആം ഐ റൈറ്റ്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഈ കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് റീസെൻ്റ് ആയിട്ടുള്ള ജനറൽ നോളജ് എല്ലാം വേണം. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? അപ്പോൾ അതേപോലെയുള്ള നമ്മുടെ ചിലപ്പോൾ ഇവിടുത്തെ ഫിനാൻഷ്യൽ സെക്രട്ടറി ആരാണ്? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് SBI ചീഫായ ലേഡി ആരാണ്? ഇതൊക്കെ ചോദിക്കുമ്പോൾ അതെല്ലാം കറണ്ട് അഫെയർ ആണ്. അപ്പോൾ ഒന്ന് ടു ഡെവലപ്പ് യുവർ കറണ്ട് അഫെയർ, അത് ഒരു പേപ്പറിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നില്ലേ, നമുക്ക് യൂട്യൂബിൽ കിട്ടുന്നില്ലേ, അല്ലെങ്കിൽ ഗൂഗിളിൽ കിട്ടുന്നില്ലേ എന്നൊക്കെ. ശരിയായിരിക്കാം. പക്ഷേ ഇഫ് യു ഗെറ്റ് എ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് സംതിങ്, യു ഹാവ് ടു ഗോ ത്രൂ ദി ന്യൂസ് പേപ്പർ.
അതിനെക്കുറിച്ച് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള, വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റെഫറൻസ് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഡിപ്പെൻഡ് ദ ന്യൂസ് പേപ്പർ. ദെൻ ഓൺലി യു ഗെറ്റ് ആൻ എലാബറേറ്റ് അക്കൗണ്ട് ഓഫ് ദ ടോപ്പിക്, അല്ലേ? അതിനെക്കുറിച്ച് വിശദമായൊരു വിവരം കിട്ടണമെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കേണ്ടതല്ലേ? ആണ്, നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കേരളത്തിൽ തന്നെ നമ്മുടെ സ്റ്റേറ്റ് സംബന്ധമായ ഇഷ്യൂസൊക്കെ നമ്മൾ മലയാളം ന്യൂസ് പേപ്പറിലൂടെ എലാബറേറ്റ് ആയിട്ട് വായിക്കുന്നു. ലൈക്ക്വൈസ് ഇഫ് യു ആർ റീഡിങ് ദ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ യു ക്യാൻ ഇംപ്രൂവ് യുവർ GK. ഒരു കാര്യം അതാണ്, അല്ലേ? ഇംപ്രൂവ് യുവർ GK, അതൊരു കാര്യമാണ്. രണ്ടാമത്തത് നമ്മുടെ ഹൗ മെനി വേർഡ്സ് വി ആർ റീഡിങ് ഇൻ എ ന്യൂസ് പേപ്പർ. തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് വേർഡ്സ്, ആയിരക്കണക്കിന് വാക്കുകളല്ലേ പത്രത്തിൽ വരുന്നത്. അപ്പം നമ്മൾ പത്രം വായിക്കുമ്പോൾ നമുക്കറിയാം 4 സ്കില്ലാണല്ലോ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ്? ഒന്ന്, ലിസണിങ് എന്ന് പറയുന്ന ഒരു കാര്യം. അതിനെന്തായാലും ന്യൂസ് പേപ്പർ വായിച്ചിട്ട് മാത്രം കാര്യമില്ല, വി ഹാവ് ടു ഹിയർ ദ ന്യൂസ്. ഒന്നാമത്തെ നമ്മൾ അക്വയർ ചെയ്യേണ്ട, ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഫാക്കൽറ്റി എന്ന് പറയുന്നത്, കഴിവെന്ന് പറയുന്നത് അത് ലിസണിങ് ആണ്. ലിസണിങ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റിൽ നമുക്കറിയാം, ഒരു കുഞ്ഞ് ആദ്യം കാര്യങ്ങൾ എഴുതാനും വായിക്കാനും അല്ല പഠിക്കുന്നത്, ശ്രദ്ധിക്കുകയാണ്. അമ്മ പറയുന്നുണ്ട്, ഒരു കാക്കയെ കാണിച്ചിട്ട് കാക്കയെ കണ്ടോ, കാക്ക എങ്ങനെയാണ് കരയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ സൗണ്ടൊക്കെ ഹിയർ ചെയ്യുകയാണ്. അപ്പോൾ അമ്മയുടെ ലാപ്പ്, ദ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി, ദാറ്റ് ഈസ് ദ ലാപ്പ് യൂണിവേഴ്സിറ്റി, അമ്മയുടെ മടി എന്ന് പറയുന്ന സർവകലാശാല. അവിടെ ഇരുന്നല്ലേ നമ്മൾ ആദ്യമായിട്ട് അക്ഷരങ്ങളുടെ ആ പ്രൊനൗൺസിയേഷനും ഒക്കെ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തുടങ്ങുന്നത് അമ്മയുടെ മടിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലാപ്പ് യൂണിവേഴ്സിറ്റി. ലാപ്പ് എന്ന് വെച്ചാൽ മടിത്തട്ട്, അമ്മയുടെ മടിത്തട്ട്. അപ്പോൾ ലിസണിങ് സ്കിൽ അതാണ്. പിന്നെന്താണ്? LSRW എന്നാണ്. ഒന്ന് ലിസണിങ്, മറ്റൊന്നാണ് പിന്നെ കുട്ടി പതുക്കെ വർത്തമാനം പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോഴും ഇമിറ്റേഷനാണ്, അല്ലേ? ഇമിറ്റേഷൻ, സ്പീക്കിംഗ്. പിന്നെ കുറച്ചുകൂടെ ഡെവലപ്പായി നമ്മൾ അതിനെ എഴുതാൻ പഠിപ്പിക്കുന്നു, ഒപ്പം വായിക്കാനും പഠിപ്പിക്കുന്നു. അങ്ങനെ പിന്നെ അത് പതുക്കെ സംസാരിപ്പിക്കാൻ നമ്മൾ അതിനെ കൊണ്ട് പറയുകയാണ്. അങ്ങനെ സ്പീക്കിംഗ് എന്ന് പറയുക. അപ്പോൾ ലിസണിങ് ആയി, സ്പീക്കിംഗ് ആയി, റീഡിംഗ് ആയി, പിന്നെ ഏറ്റവും ഒടുവിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു വലിയ റൈറ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്, റീഡിംഗ് മേക്ക് എ ഫുൾ മാൻ. വായന ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. കോൺഫറൻസ് എന്ന് വെച്ചാൽ ഡിബേറ്റുകൾ, സംവാദങ്ങൾ. എ റെഡി മാൻ, പെട്ടെന്ന് പ്രതികരിക്കുന്ന എഫിഷ്യൻ്റായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് കോൺഫറൻസ് ആണ്, ചർച്ചകളും സംവാദങ്ങളുമാണ്. റൈറ്റിംഗ് ആൻഡ് എക്സാക്റ്റ് മാൻ, ഞാൻ പറഞ്ഞ പോയിന്റ് മറക്കണ്ട. റീഡിംഗ് മേക്ക് എ ഫുൾ മാൻ, വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. കോൺഫറൻസ് എ റെഡി മാൻ, പെട്ടെന്ന് ക്വിക്ക് വിറ്റഡായ പ്രതികരിക്കുന്ന ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അവൻ്റെ കോൺഫറൻസ്, ചർച്ചകളിലും സംവാദങ്ങളിലും പങ്കെടുക്കാനുള്ള ആ ശേഷിയാണ്. ആൻഡ് റൈറ്റിംഗ് ആൻഡ് എക്സാക്റ്റ് മാൻ, സ്വന്തമായി ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കുക. നമുക്കറിയാം, വി ഹാവ് സീൻ ദ പേഴ്സൺ ലൈക്ക് ശശി തരൂർ ഓർ കമല സുരയ്യ. നമ്മൾ കേരളത്തിൽ തന്നെ എത്രയോ പേരെ കാണുന്നുണ്ട്. ശശി തരൂരിനെ പോലെയും മരിച്ചുപോയ നമ്മുടെ കമല സുരയ്യ, മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയെ പോലെയും ഉള്ളവരൊക്കെ ഭയങ്കരമായ ഇംഗ്ലീഷ്, ഈവൻ ദോ ദേ ഹാഡ് ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ കേരള ബട്ട് ദേ ആർ യൂസിങ് ഇംഗ്ലീഷ് വെരി ഫ്ലുവൻ്റ്ലി. നമ്മൾ കണ്ട കാര്യമാണ്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആർക്കും പറ്റും. ഇഫ് യു ഹാവ് എ വിൽ, നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ ദർ വിൽ ബി എ വേ, അവിടെ ഒരു വഴിയും ഉണ്ടാകും. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പത്രവായനയിലൂടെ ആർജിക്കേണ്ട കഴിവുകളെക്കുറിച്ച്, എങ്ങനെയാണ് വായിക്കേണ്ടത്, എന്തൊക്കെ പ്രതീക്ഷിച്ചാണ് വായിക്കേണ്ടത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, വൊക്കാബുലറിയെക്കുറിച്ചാണ് പറയാനുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം വൊക്കാബുലറി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? കളക്ഷൻ ഓഫ് വേർഡ്സ് എന്നാണ്. ഇഫ് യു വിഷ് ടു ടോക്ക് സംതിങ് യു മസ്റ്റ് റിക്വയർ വേർഡ്സ്. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് വാക്കുകളാണ്. വി ആർ ടോക്കിംഗ് മലയാളം ബിക്കോസ് വി ഹാവ് എ ലോട്ട് ഓഫ് മലയാളം വേർഡ്സ് ഇൻ അവർ മൈൻഡ്. നമ്മൾ മലയാളത്തിലാണ് എല്ലാം ചിന്തിക്കുന്നത്, അന്നേരം മറ്റൊന്നും കടന്നു വരില്ല. ഇപ്പം ഞാൻ മാർക്കറ്റിൽ പോകുന്നു, വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല, ഞാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്. പക്ഷേ കാഷ്വലി ഇംഗ്ലീഷ് വേർഡ് അവിടെ കയറി വരുന്നു, മാർക്കറ്റ്. ഞാൻ ബസ്സിലാണ് വന്നത്, പക്ഷേ അതിന് ഇംഗ്ലീഷ് വേർഡ് കയറി വരുന്നുണ്ട്, ബസ് എന്നുള്ള വാക്ക്, അല്ലേ? അപ്പം നമ്മൾ ഇന്ന് മലയാളികൾ പറയുന്ന മലയാളം വാക്കുകളിൽ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ വരുന്നുണ്ട്. അത് നിങ്ങൾ അത് ശ്രദ്ധിക്കൂ. ഇപ്പോൾ ആരെങ്കിലും സൈക്കിൾ എടുത്തുകൊണ്ട് വരൂ, വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്ന സൂത്രം എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല, അത്രയും സമയം നമ്മൾ പറയാറില്ല. ബ്രിങ് ദ സൈക്കിൾ എന്നേ പറയാറുള്ളൂ. അതേപോലെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യൂ, വൈദ്യുത ഗമനാഗമന നിയന്ത്രണ യന്ത്രം എന്നാരെങ്കിലും പറയാറുണ്ടോ? ഇല്ല, അവർ പറയുന്നത് എന്താ? സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യൂ. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് എളുപ്പത്തിൽ. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, ദൈനംദിന ജീവിതത്തിൽ എന്തുമാത്രം ഇംഗ്ലീഷ് ഭാഷ നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നു. നിങ്ങൾ ടൂത്ത് ബ്രഷ് എന്ന് പറയുന്നുണ്ട്, ബ്രഷ് എവിടെ? പേസ്റ്റ് എവിടെ? സോപ്പ് എവിടെ? ബാത്റൂം, ഇതെല്ലാം ടവൽ, ഇതെല്ലാം ഇംഗ്ലീഷല്ലേ? നിങ്ങൾ ബസ്സിൽ കയറൂ, ബസ്, അതിൻ്റെ സീറ്റ്, അതിൻ്റെ ബെല്ല്, അതിൻ്റെ ഡ്രൈവർ, അതിൻ്റെ ക്ലീനർ, ടിക്കറ്റ്, ഏത് വാക്കാണ് ഇംഗ്ലീഷ് അല്ലാത്തത്?
അപ്പോൾ അവിടെ നിങ്ങൾ എത്രമാത്രം ഉപയോഗിക്കുന്നു? കിച്ചണിലേക്ക് കയറൂ. കിച്ചണിൽ നിങ്ങൾ പറയുന്നു സ്പൂൺ എന്ന് പറയുന്നു, സോസർ എന്ന് പറയുന്നു, കപ്പെന്ന് പറയുന്നു, മഗ് പറയുന്നു, പ്ലേറ്റ് എന്ന് പറയുന്നു. ഇതെല്ലാം ഇംഗ്ലീഷല്ലേ? അപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എത്രമാത്രം ഇംഗ്ലീഷ് വേർഡ്സ് നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ എന്താ പ്രശ്നം? ഇതൊന്ന് ചേർത്ത് പറയുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? അപ്പം നമ്മളിപ്പം തന്നെ ഒരു ഇംഗ്ലീഷും മലയാളവും കൂടി ചേർന്ന മംഗ്ലീഷിൽ ചിന്തിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞത് തെറ്റൊന്നുമില്ലല്ലോ. മംഗ്ലീഷ്, കുറച്ച് ഇംഗ്ലീഷും ഉണ്ട്, കുറച്ച് മലയാളവും ഉണ്ട്. അങ്ങനെ പറയുന്ന നമ്മളെ സംബന്ധിച്ച് ഈ ഭാഷ പഠിക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അപ്പോൾ എന്താ നമ്മൾ പഠിക്കാത്ത? നമ്മൾ വിചാരിക്കുന്നു പറ്റില്ല എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ നെഗറ്റീവ് മൈൻഡ്. അതുകൊണ്ട് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ഈ കാഴ്ചപ്പാട് മാറ്റണം. പിന്നെ എന്ത് വേണം? ബി പോസിറ്റീവ്. നിങ്ങൾ പോസിറ്റീവ് ആകണം. അപ്പം നമുക്ക് ആദ്യം ആർജിക്കേണ്ടത് എന്താ? വൊക്കാബുലറി. വൊക്കാബുലറി മീൻസ് കളക്ഷൻ ഓഫ് വേർഡ്സ്. വൊക്കാബുലറി എന്ന് വെച്ചാൽ വാക്കുകളുടെ കൂട്ടമാണ്. ഈ വാക്കുകൾ എങ്ങനെ ആർജിക്കാം? നമുക്ക് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ സറൗണ്ടിങ്സ്, നിയർ ബൈ പീപ്പിൾ, നെയ്ബേഴ്സ്, ഫ്രണ്ട്സ്, ഓൾ ആർ ടോക്കിംഗ് മലയാളം. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ് ടു അക്വയർ ദാറ്റ്. അക്വയർ എന്ന് വെച്ചാൽ നേടിയെടുക്കുക. കൂട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നേടിയെടുക്കാൻ പാടാണ്. അപ്പം പിന്നെ നമ്മൾ അത് പഠിച്ചേ പറ്റൂ. പഠിക്കുക എന്നുള്ള ഒരു മാർഗ്ഗം മാത്രമേ ഇപ്പം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ. അതിനെന്താ ചെയ്യേണ്ടത്? ഏറ്റവും നല്ല മാർഗ്ഗം റീഡ് സംതിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. Suppose if you are going through the newspaper, if you are reading a newspaper, you get a lot of new words. നിങ്ങൾ കോംപ്രിഹെൻഷൻ പാസേജ് ഒക്കെ ചെയ്യാനിരിക്കുന്നവരല്ലേ? അപ്പോൾ പുതിയ പുതിയ വാക്കുകളുമായിട്ട് പരിചയപ്പെടണ്ടേ? അപ്പം നിങ്ങളിത് വായിക്കുമ്പോൾ വാക്കുകൾ ഒരുപാടുണ്ട്. ഈ വാക്കുമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ വാക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പിന്നെ നിങ്ങൾക്ക് ആ വാക്ക് പരിചയമായി. പിന്നെ whenever you get a chance, you have to use these words. ഈ വാക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പം നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നതിലൂടെ ഒന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കറണ്ട് അഫെയർ. അതവിടെ ഇരിക്കട്ടെ, അത് മറ്റൊരു പേപ്പറാണ്. ഇപ്പം നമ്മുടെ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് വൊക്കാബുലറി ഈസ് വെരി എസെൻഷ്യൽ. ഇന്ന് വേൾഡ് ഈസ് ഇൻ യുവർ ഫിംഗർ ടിപ്പ്. ലോകം നിങ്ങളുടെ വിരൽത്തുമ്പിലാണ്. യു ഹാവ് ദി മൊബൈൽ ഫോൺ. നിങ്ങളുടെ ഈ സ്മാർട്ട് ഫോൺ ഇരിക്കുകയാണ്. അതിൽ എന്നുള്ള ടോപ്പിക് എപ്പോഴും നിങ്ങളുടെ ഫ്രണ്ടിൽ കിടക്കുകയാണ്. ഗൂഗിൾ. നിങ്ങൾക്കൊരു വാക്ക് കിട്ടി, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യൂ. അവർ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ മീനിങ് ഇംഗ്ലീഷിലാണോ വേണ്ടത്? അതിൻ്റെ മീനിങ് മലയാളത്തിലാണോ വേണ്ടത്? മീനിങ് ഹിന്ദിയിലാണോ വേണ്ടത്? നിങ്ങൾക്ക് ഏത് ഭാഷയിലാണ് വേണ്ടത്? അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്? ഒരു വേർഡ് കിട്ടിയാൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫർ, നമ്മൾ പറയുന്ന ഫോട്ടോഗ്രാഫർ എന്ന് പറയും. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താ? ഫോട്ടോഗ്രാഫർ. ഫോട്ടോഗ്രാഫി എന്ന് നമ്മൾ പറയുന്നതിൻ്റെ പ്രൊനൗൺസിയേഷൻ അവർ പറയും ഫോട്ടോഗ്രാഫി, ഫോട്ടോഗ്രാഫിക്. നമ്മളിത് പറയുമ്പോൾ അത് മനസ്സിലായില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഈ ഗൂഗിളിനകത്ത് പ്രൊനൗൺസിയേഷനും കിട്ടുന്നില്ലേ? അപ്പോൾ അതും കിട്ടും. അതിൻ്റെ സ്പെല്ലിങ്, കറക്റ്റ് സ്പെല്ലിങ്, ഓരോ വേർഡിൻ്റെയും സ്പെല്ലിങ് കറക്റ്റ് എക്സാക്റ്റ് സ്പെല്ലിങ് കിട്ടും. അപ്പോൾ സ്പെല്ലിങ് ചിലപ്പോൾ ചില എക്സാമിനേഷന് ചോദിച്ചാൽ, ചില കോണ്ടസ്റ്റിൽ സ്റ്റാഫ് സെലക്ഷൻ പോലെയുള്ളതിന് സ്പെല്ലിങ് ചോദിച്ചാൽ സ്പെല്ലിങ് നമുക്ക് അവയർനെസ് ഉണ്ടാവണ്ടേ? മൂന്നാമത്തെ കാര്യം, നമ്മൾ അതിൻ്റെ സിനോണിംസ് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പര്യായപദങ്ങൾ, അതിന് പകരമുള്ള വാക്കുകൾ. രണ്ടെണ്ണമുണ്ടല്ലോ, സിമിലർ മീനിങ്സ് ഉള്ളതും ഓപ്പോസിറ്റ് മീനിങ് ഉള്ളതും. സിമിലർ മീനിങ് ഉള്ളതിന് ആ സിനോണിം എന്ന് പറയും. ഓപ്പോസിറ്റ് മീനിങ് ഉള്ളതിനെയാണ് ആൻറ്റണിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ചോദിക്കും. അപ്പോൾ ഇതും അതിനകത്ത് വേണ്ടി വന്നാൽ കിട്ടും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്? അപ്പോൾ എന്തൊക്കെ കിട്ടും? നിങ്ങൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ഡിക്ഷണറിയിൽ ഈ വാക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം, ഒന്ന് ആ വേർഡിൻ്റെ എക്സാക്റ്റ് പ്രൊനൗൺസിയേഷൻ, രണ്ടാമത് അതിൻ്റെ മീനിങ്, പല ലാംഗ്വേജിലുള്ള മീനിങ്, ഈവൻ ഇൻ യുവർ മദർ ടങ്. മൂന്നാമത് നിങ്ങൾക്ക് കിട്ടുന്ന അതിൻ്റെ മറ്റ് ഫോം, ഇപ്പോൾ നൗൺ ഫോം. നമുക്കറിയാമല്ലോ, പാർട്സ് ഓഫ് സ്പീച്ചിൽ സംസാരിക്കാൻ നമുക്ക് വേണ്ടതിൽ ആദ്യത്തെ രൂപമാണ് നൗൺ എന്ന് പറയുന്നത്. നൗൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നെയിമിംഗ് വേർഡ്. എന്തിൻ്റെയും നാമത്തെ കാണിക്കുന്ന വാക്കാണ്. അപ്പം നിങ്ങൾക്ക് ഒരു പേപ്പർ വായിക്കുമ്പോൾ ആ സെൻറ്റൻസിൽ നൗൺ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? പലരുടെയും പേരുള്ളത് നൗണാണ്. എനി ഇൻസ്റ്റിറ്റ്യൂഷൻ, എനി ഓഫീസ്, എനി റോഡ്, എനി പാർക്ക്, എനി ബീച്ച്, എനി ബംഗ്ലാവ്, എനി മൗണ്ടൻ, എനി ഓഷ്യൻസ്, എനി ഡെസേർട്സ്, എനി പ്ലാറ്റ്യൂസ്. ഏത് പീഠഭൂമിയായാലും മരുഭൂമിയായാലും പർവ്വതമായാലും വാലിയായാലും കടലായാലും സമുദ്രമായാലും നദിയായാലും എന്തായാലും അതിനെല്ലാം ഓരോ പേരുണ്ട്. ആ പേരുള്ളതെല്ലാം നൗൺ ഫോം ആണല്ലോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഞാനൊരു വാക്ക് പറയുന്നു, അനൗൺസ്. അനൗൺസ് എന്ന് പറയുന്നത് വെർബാണ്, പക്ഷേ അതിൻ്റെ നൗൺ ഫോം എന്താണ്? മെൻറ്റ്, MENT. അപ്പോൾ ഒരു വാക്ക് നൗൺ ഫോം ആണെന്ന് അറിയാനുള്ള ഒരു സൂചന ഏതാണ്? ഓക്കെ, ലുക്ക് ഹിയർ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് മെൻറ്റ് എന്നുള്ള വാക്ക്, ജഡ്ജ്മെൻറ്റ് നൗൺ ഫോമാണ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് നൗൺ ഫോമാണ്. അപ്പം മെൻറ്റിൽ ആരംഭിക്കുന്ന ഏത് വാക്ക് അതിലുണ്ടോ അതെന്താണ്? നൗൺ ഫോമാണ്.
അപ്പം മെൻ്റ് ഒരു സിമ്പിളാണ്, നൗൺ ഫോം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സിമ്പിളാണ് എഗ്രിമെൻറ്റ്, ജഡ്ജ്മെൻറ്റ്, എൻഗേജ്മെൻറ്റ്, അറ്റാച്ച്മെൻറ്റ്. ഇങ്ങനെ മെൻ്റിൽ അവസാനിക്കുന്ന വാക്ക് കണ്ടാൽ കുട്ടിയുടെ മനസ്സിൽ വരിക്കണം നദിയുടെയോ കടലിൻ്റെ പേരൊന്നുമല്ല, ഒരു വെർബിൻ്റെ നൗൺ ഫോമാണ് പറഞ്ഞത്. ഇപ്പം പ്രൊനൗൺസിയേഷൻ മറ്റൊരു വാക്കാണ് പറയുന്നത്, ഡിക്ലറേഷൻ, ദ ടെമ്പിൾ എൻട്രി, പ്രൊക്ലമേഷൻ. നമ്മൾ ഡിക്ലറേഷൻ പ്രഖ്യാപനം എന്ന് പറയും. ഇപ്പം 1936 ട്രാവൻകൂറിൽ ടെമ്പിൾ എൻട്രി ഡിക്ലറേഷൻ നടത്തിയ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ്. ഇപ്പം നിങ്ങൾക്ക് റീസെൻ്റ്ലി തിരുവിതാംകൂറിൽ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ ആയിട്ടുള്ള കോർട്ട് വെർഡിക്റ്റും ഒക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണല്ലോ. വെർഡിക്റ്റ് മീൻസ് വിധി. അപ്പം നമ്മൾ കാണുന്ന വാക്കാണ് ഡിക്ലറേഷൻ, പ്രൊക്ലമേഷൻ, അറ്റൻഷൻ, എസ്കേർഷൻ, പ്രിട്ടൻഷൻ. എത്ര ഷൻ ചേർത്ത് നോക്കൂ. രണ്ടാമത്തെ ഒരു വാക്ക് ഷെന്നിൽ അവസാനിക്കുന്ന വാക്കുകൾ, അറ്റൻഷൻ എന്നുള്ള വാക്ക്, പ്രിട്ടൻഷൻ എന്നുള്ള വാക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഷൻ എന്നുള്ള വാക്ക് എവിടെ കണ്ടാലും മനസ്സിൽ എന്ത് വേണം? ദാറ്റ് ഈസ് എ നൗൺ ഫോം. അപ്പോൾ അത് പഠിക്കാനുള്ള കുറുക്ക് വഴിയാണ്. ദാറ്റ് ഈസ് വൈ യു ഹാവ് ടു ജോയിൻ അവർ ക്ലാസ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പ്രസിഡൻസിയുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്കും മറ്റുള്ള വിഷയങ്ങൾക്കും ജോയിൻ ചെയ്യൂ. You can understand easy way to learn English and it will helpful for you in your future life to get a job. Okay, come back. ചില വാക്കുകൾ ഗ്രോത്ത് എന്നുള്ള വാക്ക്. അപ്പോൾ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഗ്രോ എന്നുള്ള വെർബാണ്. ആ THൽ അവസാനിക്കുന്ന ഒരു വാക്കാണ് ഗ്രോത്ത്. അപ്പോൾ ആ THൽ അവസാനിക്കുന്ന വാക്ക് 12th, 9th, ഈ എന്ന് അവസാനിക്കുന്ന വാക്കുകളുണ്ട്. അതൊരു വെർബാണ്. അതും ഒരു വെർബാണ്, വെർബല്ല നൗണാണ്. അപ്പോൾ ഗ്രോ എന്നുള്ള വെർബിൻ്റെ നൗൺ ഫോമാണത്. അപ്പോൾ തീർച്ചയായിട്ടും നൗണുകൾ എങ്ങനെ കണ്ടെത്താം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ റോഡിൻ്റെയോ മാർക്കറ്റിൻ്റെയോ ബസ്സിൻ്റെയോ ലൈബ്രറിയുടെയോ മ്യൂസിയത്തിൻ്റെയോ സൂവിൻ്റെയോ പേര് മാത്രമല്ല നൗൺ. വാക്കുകളുടെ നൗൺ ഫോം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചില സൂചനകളാണ് പറയുന്നത്. അടുത്ത ഒരു വാക്ക് നോക്കൂ. ERൽ അവസാനിക്കുന്ന വാക്കുകൾ ഡ്രൈവർ, ക്ലീനർ, ചെക്കർ. നിങ്ങൾ തന്നെ ചുമ്മാ പറഞ്ഞു നോക്കൂ വരാത്. അപ്പോൾ അങ്ങനെ ERൽ അവസാനിക്കുന്ന മിക്ക വാക്കുകളും ടീച്ചർ. അപ്പോൾ ഈ വാക്കുകൾ എടുത്ത് നോക്കൂ. ERൽ അവസാനിക്കുകയാണ്. ദാറ്റ് ഈസ് എ നൗൺ. ടീച്ചർ എന്നുള്ളത് നൗണാണ്, ഡ്രൈവർ എന്നുള്ളത് നൗണാണ്. ഇനി അടുത്ത ഒരു വാക്ക് നോക്കൂ. ORൽ ആക്ടർ എന്നുള്ള വാക്ക്, ആക്ടർ ORൽ അവസാനിക്കുന്ന വാക്കാണ്. അപ്പോൾ ORൽ അവസാനിക്കുന്ന വാക്കുകൾ, ERൽ അവസാനിക്കുന്ന വാക്കുകൾ അത് നൗണാണ്. ലേണർ, ഈസ് ആൻ ഇംഗ്ലീഷ് ലേണർ, പഠിതാവ്. ലിസണർ, ശ്രോതാവ്. ആക്ടർ, നടൻ. OR കണ്ട, OR, ER ഇതിലൊക്കെ അവസാനിക്കുന്ന വാക്കുകൾ ഓർത്തിരിക്കൂ. എളുപ്പം ഒരു വാക്കില സെൻറ്റൻസിലെ നൗൺ ഫോം കണ്ടെത്താം. അടുത്തതുണ്ട് സൊസൈറ്റി എന്നുള്ള വാക്ക്. TYൽ അവസാനിക്കുന്ന പല വാക്കുകളുണ്ട്. അപ്പോൾ TYൽ അവസാനിക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക് കണ്ടാൽ അപ്പോഴേ നമുക്ക് മനസ്സിലാക്കണം ദാറ്റ് ഈസ് എ നൗൺ. അപ്പോൾ TYൽ അവസാനിക്കുന്ന TY, LY അല്ല ഞാൻ പറയുന്നത് TY. അപ്പോൾ ഇങ്ങനെയുള്ള RY, മെഷീനറി നൗൺ ഫോമാണ്. സ്റ്റേഷനറി നൗൺ ഫോമാണ്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ നൗൺ ഫോമാണ്. ഇനിയുമുണ്ട് CE, ADVI SE എന്നുള്ള വെർബിൻ്റെ നൗൺ ഫോമാണ് ADVI CE. PRSCTI SE പ്രാക്ടീസ്, പരിശീലിപ്പിക്കുക എന്നുള്ളതിൻ്റെ നൗൺ ഫോമാണ് PRSCTI CE. അപ്പോൾ CEയിൽ അവസാനിക്കുന്ന വാക്കുണ്ട്. അപ്പം ഇതേപോലെ പല വാക്കുകളുണ്ട്. കിങ്ഡം, ഡ്യൂക്ക്ഡം, DOM കിങ് ഭരിക്കുന്ന സ്ഥലം കിങ്ഡം, ഡ്യൂക്ക് ഭരിക്കുന്ന സ്ഥലം ഡ്യൂക്ക്ഡം. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ബുദ്ധിയുള്ള വിസ്ഡം എന്ന് പറയുന്നത് ചില സ്ഥാപനങ്ങളുടെയൊക്കെ പേര് തന്നെ വിസ്ഡം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വൈസ് വിസ്ഡം, ആ ഡം വരുന്ന വാക്കുകൾ നൗൺ ഫോമാണ്. അതേപോലെ ഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, കമ്പാനിയൻഷിപ്പ്, മെമ്പർഷിപ്പ് അത് നൗൺ ഫോമാണ്. ഷിപ്പ് എന്നുള്ള വാക്ക്. സ്റ്റേഷൻ, അതേപോലെ നമുക്കറിയാം SIONൽ അവസാനിക്കുന്ന ചില വാക്കുകൾ. SION ഇപ്പം എല്ലാത്തിലും TION മാത്രമല്ലല്ലോ. കോംപ്രിഹെൻഷൻ എന്തിൽ അവസാനിക്കുന്നത്? അപ്പോൾ SIONൽ അവസാനിക്കുന്ന നൗൺ ഫോം ഉണ്ട്. വെറും SR, ലൂസർ, വിന്നർ ഇങ്ങനെയുള്ള SRൽ അവസാനിക്കുന്ന വാക്കുണ്ട്. മാത്തമാറ്റിക്സ്, ഫിസിക്സ്. അപ്പോൾ ഇങ്ങനെയുള്ള മെട്രിക്സ് ഇതെല്ലാം CS. അപ്പോൾ ഇതെല്ലാം നൗണിൻ്റെ ചില സൂചനകളാണ്. അപ്പോൾ നമുക്ക് നൗൺ ഫോം അറിയാം, കാരണം പാർട്സ് ഓഫ് സ്പീച്ചിലെ ഒരെണ്ണമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റില്ലേ? അത് മനസ്സിലാക്കാം. ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ വാക്കുകൾ പഠിക്കാം. വാക്കുകളിൽ തന്നെ നൗൺ ഏതുണ്ടെന്ന് പഠിക്കാം. നൗൺ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരെണ്ണമുണ്ടല്ലോ, പ്രോനൗൺ. എന്താ പ്രോനൗൺ? പ്രോനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. അല്ലേ? നിങ്ങൾക്ക് ഒരാളുടെ പേര് ആവർത്തിച്ച് പറയാൻ പറ്റുന്നതിന് പകരം നിങ്ങൾ ഉപയോഗിക്കുന്നു ഹി എന്നോ ഷീ എന്നോ ഉപയോഗിക്കുന്നു.
അപ്പോൾ ആ ഹി എന്നുള്ളത് പ്രോനൗണാണ്, നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇപ്പോൾ ഒരാളുടെ കാര്യം പറഞ്ഞു, ആ പേര് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഹി വിഷസ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. അയാൾ ഈവൻ ദോ ഹീസ് എ ഗുഡ് പ്ലെയർ, ഹി ഡസൻറ്റ് ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്, ബട്ട് ഹി വിഷസ് ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ്. പക്ഷേ അയാൾ ഇംഗ്ലീഷ് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഹി എന്നുള്ളത് ഒരു പുരുഷനെ കാണിക്കുന്ന പ്രോനൗണല്ലേ, ഷീ എന്ന് പറയുന്നത് ഒരു പ്രോനൗണല്ലേ, ഐ എന്ന് പറയുന്നത് ഒരു പ്രോനൗണല്ലേ, ദേ എന്ന് പറയുന്നത് പ്രോനൗണല്ലേ. അതിൽ പ്ലൂറലായിട്ടുള്ള വെർബ് വരുന്ന പ്രോനൗണാണ് ഏതൊക്കെ? ഐ, വി, യു, ദേ. ഐ, വി, യു, ദേ. ഇതിൻ്റെ കൂടെ എല്ലാം ലുക്ക്, വാക്ക്, ജമ്പ് തുടങ്ങിയ എസ്ഒ ഇഎസ്ഒ ഇടാത്ത വെർബുകൾ ഉപയോഗിക്കും. ഹീയും ഷീയും ഒരു പുരുഷൻ്റെയോ സ്ത്രീയുടെയോ പേരിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ലുക്സ്, ഗോസ്, ഈറ്റ്സ് എന്ന് ഉപയോഗിക്കും. അപ്പോൾ പ്രോനൗണും അതിൻ്റെ കൂടെ വരുന്ന വെർബിൻ്റെയും കാര്യം ഞാൻ എളുപ്പം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പ്രോനൗൺ. മൂന്നാമത്തെ ഒരെണ്ണമുണ്ട് അഡ്ജക്റ്റീവ്. സിനോണിം ചോദിക്കുമ്പോൾ ഒരു വേർഡിൻ്റെ സിനോണിം എന്തായിരിക്കും? ആ ഒരു വാക്ക് നൗൺ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും അതേപോലെ ഒരു നൗൺ ഫോം തന്നെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. എന്നുവെച്ചാൽ ഒരു നൗൺ വേർഡിൻ്റെ സിനോണിം മറ്റൊരു നൗൺ വേർഡ് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നൗണിനെ കുറിച്ച് പറഞ്ഞത്. ഒരു അഡ്ജക്റ്റീവായിട്ടുള്ളൊരു വേർഡാണ് തരുന്നതെങ്കിൽ, അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? അഡ്ജക്റ്റീവ് ഈസ് എ ക്വാളിഫയർ. അഡ്ജക്റ്റീവ് ഈസ് എ ക്വാളിഫയർ ഓഫ് എ നൗൺ ഓർ എ പ്രോനൗൺ. ഒരു നൗണിൻ്റെയോ പ്രോനൗണിൻ്റെയോ ക്വാളിഫയർ ആണ് ഒരു അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ നാമവിശേഷണം എന്ന് പറയുന്നത്. ഈ അഡ്ജക്റ്റീവ് നമുക്ക് തിരിച്ചറിയാനും ചില സൂചനകളുണ്ട്. ഇപ്പോൾ ഒരു ഫുൾ എന്നുള്ള വാക്ക്, ഇപ്പോൾ ഫിയർഫുൾ, അപ്പോൾ അങ്ങനെയുള്ള വാക്ക്, സക്സസ്ഫുൾ, മൈൻഡ്ഫുൾ, ഇങ്ങനെ ഈ ഫുള്ള് എന്നുള്ള വാക്കുകൾ നമ്മൾ അപ്പോഴേ മനസ്സിലാക്കണം ഇതൊരു അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഈ ഫുള്ളിൽ എൻഡ് ചെയ്യുന്ന വാക്കുകൾ, അപ്പോൾ അത് അറിയാനുള്ളൊരു ക്ലൂ ആണത്. അല്ലെങ്കിൽ മറ്റൊരു പോസിറ്റീവ്, നെഗറ്റീവ്, ലൊക്കേറ്റീവ്, ഇലക്റ്റീവ്, ഇങ്ങനെ വേർഡ്സ് വെച്ചുള്ള വാക്ക്. പോസിറ്റീവിനെ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പ്രത്യേകിച്ച് ഇൻ ദിസ് ടൈം ഓഫ് കോവിഡ് അത് പോസിറ്റീവായി, അല്ലെങ്കിൽ അവർക്ക് 20 ദിവസം കഴിഞ്ഞപ്പോൾ നെഗറ്റീവായി. അപ്പോൾ അതെല്ലാം അഡ്ജക്റ്റീവാണ്. ഇതേപോലെ മിമിക്, കോമിക്, ഐസിയിൽ അവസാനിക്കുന്ന വാക്കുകൾ. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളെല്ലാം അഡ്ജക്റ്റീവാണ്. ചില ക്ലൂ ആണ്. ഒരു വാക്ക് അഡ്ജക്റ്റീവ് ആണോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ക്ലൂ ആണ്. അപ്പോൾ നമുക്ക് അതേപോലുള്ള വാക്കുകൾ, OUS, മിസ്ചീവിയസ് എന്നുള്ള വാക്ക്. അപ്പോൾ OUSൽ അവസാനിക്കുന്ന വാക്കുകൾ ഒന്നല്ല, ഒരുപാട് വാക്കുകളുണ്ട്. ഹോളിസ്റ്റിക്, സ്റ്റൈലിസ്റ്റിക്, ഇങ്ങനെയുള്ള വാക്കുകൾ. ISTIC, ഹോളിസ്റ്റിക് എന്നുള്ള വാക്ക്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ അതും അഡ്ജക്റ്റീവിനകത്ത് വരാം. അതേപോലെ IBLE, AL, ഇവയിൽ മെക്കാനിക്കൽ, ക്ലാസിക്കൽ, കോമിക്കൽ, അതെല്ലാം നമുക്ക് അഡ്ജക്റ്റീവ്സിൻ്റെ പാറ്റേണായിട്ട് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, എപ്പോഴും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴും ഒരു സിനോണിം ചോദിക്കുമ്പോൾ ഒരു നൗണിൻ്റെ സിനോണിം മറ്റൊരു നൗണായിരിക്കും. പര്യായപദം ഒരു അഡ്ജക്റ്റീവ് ആണോ അതിൻ്റെ സിനോണിം ആണെങ്കിൽ മറ്റൊരു അഡ്ജക്റ്റീവ് ആയിരിക്കും. ഇനി മറ്റൊന്ന് പറയാം, ആഡ് വെർബ് പറയാം. ആഡ് വെർബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെർബിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായാലും ഒരു ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ അതിനകത്ത് സബ്ജക്റ്റ് ആര്, സബ്ജക്റ്റ് മീൻസ് മെയിൻ നൗൺ ആര്, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് നൗൺ ആകാം. അതുകൊണ്ട് ആ സബ്ജക്റ്റ് മാത്രമല്ല നൗൺ. ഇപ്പോൾ ഹീ ഡ്രിങ്ക്സ് വാട്ടർ, ഇപ്പോൾ ഹീ എന്നുള്ളത് ഒരു നൗണാണ്, ഡ്രിങ്ക്സ് എന്നുള്ളത് വെർബാണ്, വാട്ടർ എന്നുള്ളത് മറ്റൊരു നൗണല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ സെൻറ്റൻസിലെയും ആദ്യം ഉള്ളത് നൗണാണെന്നല്ല ഞാൻ പറഞ്ഞത്, സബ്ജക്റ്റ് നൗണാണ്, പലതിലും ഒബ്ജക്റ്റ് നൗണായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റുകളും അതിനെ നമ്മൾ നൗണെന്ന് മാത്രം പറയാൻ പറ്റില്ല. എല്ലാ സബ്ജക്റ്റുകളും ഇപ്പോൾ ഇറ്റിൽ ആരംഭിക്കുന്നുണ്ട്, ഒരു ബുക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ അത് മനസ്സിലാക്കണം. അപ്പോൾ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും എല്ലാം നൗണാകാം. അപ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, വെർബുണ്ട്. വെർബ് ഒരു ഡൂയിങ്, ആക്ഷനെ കാണിക്കുന്ന വാക്കാണ്. ഈ ക്വാളിഫയർ, ആ ആക്ഷനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിഫയർ മീൻസ് ആ ക്രിയയെ കൂടുതൽ വിശേഷിപ്പിക്കുക. ഹാർഡ് വർക്കിംഗ് പേഴ്സൺ, വർക്ക് ചെയ്യുന്നത് ഹാർഡ് വർക്കിംഗ് ആണ്, വളരെ ഡൈനമിക്കാണ്, വളരെ ആക്റ്റീവാണ്. ക്രിയയെ വിശേഷിപ്പിക്കുന്ന വാക്കുണ്ട്. ആ ക്രിയയെ വിശേഷിപ്പിക്കുന്ന വാക്കിനെയാണ് നമ്മൾ ആഡ് വെർബ് എന്ന് പറയുക. ഇപ്പം സഡൻലി, അവൻ വന്നു, ഹി കെയിം. എങ്ങനെ? ഹി കെയിം സഡൻലി. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി, ക്വിക്ക്ലി, അബ്രപ്റ്റ്ലി. ഈ വാക്കെല്ലാം എന്താണ്? ആഡ് വെർബാണ്, ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, LY ചേർന്ന് വരുന്ന എല്ലാം ആഡ് വെർബാണെന്ന് പലരും പറയാറുണ്ട്. അത് പൂർണ്ണമായിട്ട് ശരിയല്ല. ഒരു നൗണിൻ്റെ കൂടെ LY ചേർന്ന് വരികയാണെങ്കിൽ, നമ്മളതിനെ അഡ്ജക്റ്റീവ് എന്നാണ് പറയുക. ഹീറോയിക്കലി, ക്ലവർലി,
അപ്പോൾ ഒരു നൗണിൻ്റെ കൂടെയാണ് എൽ വൈ ചേർന്ന് വരുന്നതെങ്കിൽ അതിന് അഡ്ജക്റ്റീവാണ്. എന്നാൽ ഒരു അഡ്ജക്റ്റീവിൻ്റെ കൂടെ എൽ വൈ ചേർന്ന് വന്നാലോ അത് ആഡ്വർബാണ്. ഒരു അഡ്ജക്റ്റീവിൻ്റെ കൂടെ എൽ വൈ ചേർന്ന് വന്നാൽ, ഒരു നൗൺ എന്ന് പറയുന്ന വാക്ക് നൗണിൻ്റെ കൂടെ നാമത്തിനോടൊപ്പം എൽ വൈ ചേർന്ന് വന്നാൽ അതെന്താണ്? അഡ്ജക്റ്റീവാണ്. എന്നാൽ ഒരു അഡ്ജക്റ്റീവിൻ്റെ കൂടെയോ എൽ വൈ ചേർന്ന് വന്നാലോ അത് ആഡ്വർബാണ്. അത് തിരിച്ചറിയണം. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഒരു ഫോർമാറ്റ് എഴുതിയിട്ടുണ്ട്. ആഡ്വർബ് ഈസ് ഈക്വൽ ടു അഡ്ജക്റ്റീവ് പ്ലസ് എൽ വൈ, അഡ്ജക്റ്റീവ് ഈസ് ഈക്വൽ ടു നൗൺ പ്ലസ് എൽ വൈ. അപ്പം നമ്മളൊരു സെൻറ്റൻസ് വായിക്കുമ്പോൾ പല രീതിയിൽ വായിക്കാം, സ്കിപ്പ് ചെയ്ത് പോകാം, ചിലർക്ക് പലതും. പക്ഷെ നമുക്ക് എക്സാമിനേഷൻ അങ്ങനെ പറ്റില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എസ്പെഷ്യലി ഹിന്ദു വായിക്കണമെന്ന് പറയുന്നത്? ദ ഹിന്ദു ന്യൂസ് പേപ്പറുകളുടെ എല്ലാ മുന്നിൽ ഉപയോഗിക്കുന്ന ആർട്ടിക്കിളാണ് ദി എന്നുള്ളത്. അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഏത് ഇംഗ്ലീഷ് മാഗസിൻ എടുത്താലും, ഫിലിം ഫെയർ, ഏത് മാഗസിൻ എടുത്തുള്ളൂ, ദ CSR, ദ കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ, അതേപോലെ ദ ക്രോണിക്കിൾ, ദ ഒബ്സർവർ, ദ ഔട്ട്ലുക്ക്, ദ ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യ, ദ ഫ്രണ്ട് ലൈൻ, ദ ഫെമിന, ദ വിമൺ ഇറ. അപ്പോൾ നിങ്ങൾ ഏത് മാഗസിൻ എടുത്തോളൂ, ഈ മാഗസിനുകളെല്ലാം നമുക്കിപ്പോൾ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് വായിക്കുന്ന ദ ചാണക്യ, സിവിൽ സർവീസിൻ്റെ ഒരു മെറ്റീരിയലാണ് ദ ചാണക്യ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏത് മാഗസിൻ ആയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന് മുമ്പിലെല്ലാം ദ എന്നുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടാകും. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ പ്രത്യേകിച്ച് ഹിന്ദു വായിക്കണം എന്ന് പറയാൻ കാരണം, so many occasions they had asked the comprehension passage from the Hindu editorial. അപ്പോൾ കമ്പൽസറി എഡിറ്റോറിയൽ നിങ്ങൾ വായിക്കണം. സം സ്റ്റുഡൻസ് ദേ ടെൽ ദാറ്റ് ദേ ഹാവ് നോ മണി ടു ബൈ ദ ന്യൂസ് പേപ്പർ. 7 രൂപ കൊടുത്ത് പേപ്പർ മേടിക്കാൻ പൈസ ഇല്ലെന്ന് പറയും. മേടിക്കണ്ട, സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ. നിങ്ങൾ ആ പർട്ടിക്കുലർ ഡേറ്റിലെ എഡിറ്റോറിയൽ മാത്രം നിങ്ങൾക്ക് അതിലെടുത്തുകൂടെ? അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വായിക്കുകയല്ല, നോട്ട് ടു റീഡ് ബട്ട് ടു സ്റ്റഡി. നിങ്ങൾ അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കിയേ. നിങ്ങൾ കൃത്യമായി എഡിറ്റോറിയൽ ഒരു 10-30 ദിവസം കമ്പൽസറി ഒന്ന് പഠിച്ചു നോക്കിയേ. ആൻഡ് യു സെർച്ച് ദ മീനിങ് ഓഫ് ദ വേർഡ്സ് ഇൻ യുവർ ഗൂഗിൾ ഓർ യുവർ ഡിക്ഷണറി. നിങ്ങൾ അതിൻ്റെ മീനിങ്, അതിനകത്തുള്ള ഈ മീനിങ് നോക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ സിനോണിംസും കൂടി നോക്കണം, അതിൻ്റെ ആപ്ലിക്കേഷനൂടെ നോക്കണം. അങ്ങനെയാണ് വൊക്കാബുലറി പഠിക്കേണ്ടത്. ഒരു ദിവസം ഒരു 5 വാക്ക് പഠിച്ചാൽ മതി. 30 ദിവസമാകുമ്പോൾ 150 വാക്കായില്ലേ? 30 ദിവസം, 3 മാസം അങ്ങനെ പഠിച്ചാലോ, 6 മാസം പഠിച്ചാലോ, 1 ഇയർ പഠിച്ചാലോ, ഹൗ മെനി വേർഡ്സ് യു ക്യാൻ ഇംബൈബ്? അപ്പം നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ ഈ പറഞ്ഞ എഡിറ്റോറിയൽ, അതിൻ്റെ ന്യൂക്ക് ആൻഡ് കോർണർ. ന്യൂക്ക് ആൻഡ് കോർണർ മീൻസ് ദ പാർട്ട് ആൻഡ് പാഴ്സൽ. അതിൻ്റെ ഹെയർ സ്പ്ലിറ്റിംഗ് അനാലിസിസ്, മുടിനാരിയുടെ കീർ നിങ്ങൾ പഠിക്കണം അതിനകത്ത്. അങ്ങനെ പഠിച്ചാലുള്ള നേട്ടം എന്താ? പലപ്പോഴും കോംപ്രിഹെൻഷൻ. ആക്ച്വലി ഐ നോ ദാറ്റ്. I had given some passages from Hindu newspaper in different examination. They had asked in the bank exam. അതേ സെയിം പാസേജുകൾ ചോദിച്ചിട്ടുണ്ട്. അത് എൻ്റെ മിടുക്കല്ല. ആ പാസേജ് ഹിന്ദു തന്നെ അവർ കോട്ട് ചെയ്ത് ചോദിച്ചു. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയൽ വായിക്കണമെന്ന് പറയുന്നത്. അതിലൂടെ നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞല്ലോ. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിൻടാക്സ്, SYNTAX, സിൻടാക്സ്, SYNTAX, സിൻടാക്സ്, കറക്റ്റ് കൺസ്ട്രക്ഷൻ. അതിൻ്റെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് ഏതൊക്കെ വാക്കുകളുടെ കൂടെ ഏതൊക്കെ പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നു. ഇൻ്റലിജൻറ്റിൻ്റെ കൂടെ ഇൻ, ഇമ്മേഴ്സിൻ്റെ കൂടെ ഇൻ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ. ഏതിൻ്റെ കൂടെ അക്യൂസ്ഡ് ടു. അപ്പോൾ എന്തിൻ്റെ കൂടെ ഏത് വാക്കുകളുടെ കൂടെ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നു. എവിടെയാണ് ഈ ഐദർ ഓർ നൈദർ നോർ യൂസ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ് വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, അസ് വെൽ അസ്, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ്, ഇൻ ദ കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ, മോർ ദാൻ, ഹയർ ദാൻ, റാദർ ദാൻ? ഇവയൊക്കെ എന്തിനാ പറഞ്ഞത്? ഇപ്പം ഈ പറഞ്ഞ വാക്കുകളുടെ കൂടെ ഫസ്റ്റ് സബ്ജക്റ്റിന് എഗ്രിമെൻ്റ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതെവിടെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? അത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ എന്തൊക്കെ പഠിക്കാം? നിങ്ങൾക്ക് അതിൻ്റെ വൊക്കാബുലറി പഠിക്കാം. 2, നിങ്ങൾക്കതിൻ്റെ സ്പെല്ലിങ് പഠിക്കാം. 3, നിങ്ങൾക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ, വാക്കുകൾ എങ്ങനെ ചേർന്നിരിക്കുന്നു, അതിൻ്റെ നൗണ്, പ്രോനൗണ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്. 4 മനസ്സിലായല്ലോ പാർട്സ് ഓഫ് സ്പീച്ചിലെ. നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ് 5 പിന്നെ 3 ഉള്ളത് ഏതൊക്കെയാണ്? പ്രിപ്പോസിഷനും കൺജങ്ഷനും ഇൻ്റർജെക്ഷനുമാണ്. പ്രിപ്പോസിഷൻ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് സൂചിപ്പിച്ചു കഴിഞ്ഞു. അറ്റും, ഇന്നും, ഓണും, ഓവറും, എബവും, ബിസൈഡും, ബിസൈഡ്സും,
അണ്ടറും ഓവറും ബൈയും ടൂവും ഫോറും ഫ്രമും വിത്തും ഒക്കെ പഠിക്കാം. അതാണ് പ്രിപ്പോസിഷൻ. അത് കമ്പൈൻഡ് ആയിട്ടുള്ളതുണ്ട്. ഇൻ ടു, ഓൺ ടു, അപ് ടു, അത് പഠിക്കാം. അതോടൊപ്പം തന്നെ കൺജങ്ഷൻ, ഏതൊക്കെ? ബോത്ത്, ആൻഡ്, അതിൻ്റെ യൂസേജ്. ടു, നോട്ട് ഓൺലി ബട്ട് ആൾസോ, സോ, ദാറ്റ്, സച്ച് ആസ്, ഇതിൻ്റെ യൂസേജ് പഠിക്കാം. അണ്ടിലിൻ്റെയും അൺലെസ്സിൻ്റെയും ഇൻ കേസിൻ്റെയും ഇഫിൻ്റെയും ഇഫ് ക്ലാസ്, ഇത് പഠിക്കാം. അപ്പോൾ അതിൻ്റെ യൂസേജ് ആ സെൻറ്റൻസിൽ കാണും. പിന്നെ ഇതിലെല്ലാം ഉപരി നിങ്ങൾക്ക് അതിനകത്ത് ഗുണം ചെയ്യുന്നത് ഫോറിൻ വേർഡ്സ്. ഒരുപാട് ഫോറിൻ വേർഡ്സ് ഇതിനകത്തുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഫോറിൻ വാക്കുകൾ നിങ്ങൾക്ക് പഠിച്ചാൽ, അത് ബോണഫൈഡോ മാലഫൈഡോ ഏതെങ്കിലും വാക്കുകളായിക്കോട്ടെ. നമ്മളിപ്പോൾ മോഡസ് ഓപ്പറാൻഡി, ബാങ്കുകൾ ഉപയോഗിക്കുന്ന മോഡ് ഓഫ് ഓപ്പറേഷൻ, അങ്ങനെയുള്ള ഏത് വാക്കുകളായാലും ഫോറിൻ വേർഡ്സ് ഇപ്പോൾ ഒരുപാട് നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ ഹിന്ദു ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുമുണ്ട്. ഒരുപാട് പുതിയ ഫോറിൻ വേർഡ്സ് ഇപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ ചോദിക്കുന്നു. മെജോറിറ്റി ഓഫ് ദ വേർഡ്സ് വി ഹാവ് സീൻ ഇൻ ഹിന്ദു ന്യൂസ് പേപ്പർ, ബട്ട് ദ അതർ ന്യൂസ് പേപ്പർ ദേ ആർ നോട്ട് യൂസിങ് ടു മച്ച് ഓഫ് ഫോറിൻ വേർഡ്സ്. അപ്പോൾ നമുക്ക് കാഷ്വലി എല്ലാവർക്കും മനസ്സിലാവുന്ന വാക്കുകൾ ബാക്കി എല്ലാ പത്രവും ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഫോറിൻ വേർഡ്സാണ് ഹിന്ദു ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വാക്കുകൾ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഫോറിൻ വേർഡ്സ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഫ്രേസൽ വെർബുണ്ട്. ഇപ്പോൾ പുട്ട് ഓഫ്, പുട്ട് ഔട്ട്, എസ്റ്റിംഗ്വിഷ്ഡ്. പുട്ട് ഓഫ് മീൻസ് പോസ്റ്റ്പോൺ, പുട്ട് ഔട്ട് മീൻസ് എസ്റ്റിംഗ്വിഷ്ഡ്. പുട്ട് ഓൺ, വിയർ സംതിങ്. പുട്ട് അപ്പ്, കൺസ്ട്രക്ട് സംതിങ്. പുട്ട് അക്രോസ്, ടു കൺവേ സംതിങ്. അപ്പോൾ ഇങ്ങനെ പുട്ട് വെച്ചുള്ള വാക്ക്, കാള് വെച്ചുള്ള വാക്ക്, അതൊക്കെ നമുക്ക് റെഫർ ചെയ്യണം. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും കോംപ്രിഹെൻഷൻ പറയുമ്പോൾ ഹൗ ടു അപ്രോച്ച് കോംപ്രിഹെൻഷൻ, ഹൗ ടു റൈറ്റ് സിനോണിംസ്, ഹൗ ടു റൈറ്റ് ആൻറ്റണിംസ്, ഹൗ ടു റൈറ്റ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഹൗ ടു റൈറ്റ് ദ ഫ്രേസൽ വെർബ്, ഹൗ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ദ ഫോറിൻ വേർഡ്സ്, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് അക്കൗണ്ടാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയമാണ്. നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ 67-ലധികം കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. കാരണം കുട്ടികൾ വീട്ടിലിരുന്നൊക്കെ ഫെഡപ്പായി പോകുന്നു. കുട്ടികൾക്ക് പുറത്തോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ കുറയുന്നു. കുട്ടികൾക്ക് പേരൻസിനോട് അടുത്തിരുന്ന് തന്നെ അവർ സംസാരിച്ച് മടുത്തു. അപ്പോൾ അവർക്കൊന്ന് കറങ്ങാനോ എടുക്കാനോ ഒന്നും സമയമില്ലാത്ത അവസ്ഥ. അപ്പം നിങ്ങൾ അങ്ങനെ ടെൻഷൻ ആവേണ്ട. അൻ എൻഗേജ്ഡ് മൈൻഡ് ഈസ് ആൾവേസ് ആക്റ്റീവ്. എന്താ നിങ്ങൾ അങ്ങനെ ആവുന്നത്? നിങ്ങൾ എൻഗേജ്ഡ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എൻഗേജ്ഡ് ആവണം. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു നല്ല സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യണം. അങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്താലോ നിങ്ങൾക്ക് ഇതേപോലെയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും, കറണ്ട് അഫെയറിൻ്റെയും, റീസണിങ്ങിൻ്റെയും, മാത്തമാറ്റിക്സിൻ്റെയും, ഇംഗ്ലീഷിൻ്റെ എല്ലാം ക്ലാസ്സുകൾ കിട്ടും. അതിനെ ഒരു സന്തോഷത്തോടെ സമീപിക്കണം. ആർക്കും വേണ്ടിയല്ല, ഫോർ യുവർ സെൽഫ്. നമ്മളെ നന്നാക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. മറ്റൊരാൾ വന്ന് നന്നാക്കുമെന്ന് വിചാരിച്ചിരിക്കരുത്. അപ്പം നമ്മൾ ആ സമയം സന്തോഷത്തോടെ അതിനു വേണ്ടി ഇതൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു രസകരമായ ഒരു കളിയാക്കി പഠനത്തെ മാറ്റുക. അപ്പം നിങ്ങൾ ഇതേപോലെ മൊബൈൽ എടുക്കുക, മൊബൈലിനകത്ത് ഈ വാക്കുകൾ എടുക്കുക, അതൊരു പേപ്പറിലേക്ക് ഒന്ന് കുറിച്ച് വെക്കുക. ഈ എഡിറ്റോറിയൽ എടുത്താൽ മതി. ആ എഡിറ്റോറിയൽ ആണെങ്കിൽ കോംപ്രിഹെൻഷനൊക്കെ കണ്ണുമടച്ചെഴുതിപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് കറണ്ട് അഫെയറും കിട്ടുന്നു, ഫോറിൻ വേർഡ്സും കിട്ടുന്നു, വൊക്കാബുലറി നന്നായിട്ട്. പിന്നെ നിങ്ങൾക്ക് യു ക്യാൻ ഫേസ് എനി ഇൻ്റർവ്യൂ ബോർഡ് വിത്തൗട്ട് എനി ഡിഫിക്കൽറ്റി. വൈൽ യു ലിസ്പ് യുവർ ലിപ്സ്, ദ വേർഡ്സ് വിൽ കം ടു യുവർ ലിപ്സ്. നിങ്ങൾക്ക് വാക്കുകൾക്കായി ലിസ്പ് ചെയ്യുമ്പോൾ ചുണ്ടനക്കുമ്പോൾ വാക്കുകൾ ചുണ്ടിലേക്ക് ഓടിയെത്തുന്നു. വൊക്കാബുലറി ഈസ് വെരി എസെൻഷ്യൽ. ഐ ആൾസോ സ്റ്റഡി ഇൻ മലയാളം മീഡിയം, ബട്ട് ഐ ക്യാൻ ടോക്ക് ഇംഗ്ലീഷ് വെരി ഫ്ലുവൻ്റ്ലി ബിക്കോസ് ഐ ഹാഡ് ഡെവലപ്ഡ് ദിസ് മെത്തേഡ്സ്. മലയാളം മീഡിയത്തിൽ പഠിച്ച ഞാൻ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി യൂസ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഐ ഹാഡ് യൂസ്ഡ് ദിസ് കൈൻഡ് ഓഫ് മെത്തേഡ്. ഞാൻ ജെന്യുവനായിട്ട് ഇത് ഡെവലപ്പ് ചെയ്തെടുത്താണ്. അപ്പോൾ എനിബഡി ക്യാൻ ഡു ദാറ്റ് ഇഫ് യു ഹാവ് എ വിൽ. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ അതിനൊരു മാർഗ്ഗമുണ്ട്. റോമ സിറ്റിയെക്കുറിച്ച് നമ്മൾ പറയാറില്ല, ഇറ്റ് വാസ് നോട്ട് ബിൽറ്റ് ബൈ എ സിംഗിൾ ഡേ. റോമ നഗരം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല, ഒരുപാട് പേർ ഒരുപാട് ദിവസങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് കഴിവുകളുണ്ട്, ആ കഴിവുകൾ ഡെവലപ്പ് ചെയ്യുക. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കൂ, നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യൂ. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ജോലിയും കിട്ടും, നിങ്ങളുടെ ലാംഗ്വേജ് എന്നത്തേക്കുമായി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കാണാൻ മറക്കരുത്. നമ്മുടെ തുടർന്നുള്ള വീഡിയോ അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. നിങ്ങൾ തികച്ചും കാണണം. നിങ്ങളുടെ വിലയേറിയ ഒപ്പീനിയൻസ് ഞങ്ങളെ അറിയിക്കുക. വി ആർ റെഡി ടു ഹെൽപ്പ് യു ആൻഡ് വി ആർ റെഡി ടു ക്ലാരിഫൈ ആൾ യുവർ ഡൗട്ട്സ് ആൻഡ് യു ക്യാൻ എക്സ്പെക്ട് എ ജോബ് ഫ്രം us. ഓക്കെ, നൗ ഗുഡ് ബൈ.